ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ മോളിവുഡിലെ ഏറ്റവും പുതിയ വൻ തരംഗമായ സിനിമകളിലൊന്നായ പ്രേമലു എന്ന സിനിമയുടെ തെലുഗു പതിപ്പ് തെലുഗു സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകനായ രാജമൗലിയുടെ മകനായിരുന്നു സിനിമയുടെ തെലുഗു വിതരണാവകാശം സ്വന്തമാക്കിയത്. നേരത്തെ തന്നെ രാജമൗലിയിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ തെലുഗു സക്സസ് മീറ്റ് ഇന്നലെയായിരുന്നു നടന്നത്. ഇപ്പോഴത്തെ സക്സസ് മീറ്റിൽ ഒട്ടനേകം പ്രശംസയാണ് പ്രേമലു എന്ന സിനിമയും പ്രേമലുവിൽ അഭിനയിച്ച മമിത, ഒപ്പം തന്നെ നെസ്ലിൻ തുടങ്ങിയവർ നേടിയെടുത്തിരിക്കുന്നത്. ഏകദേശം 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രേമലു റിവ്യൂ തന്നെയാണ് ആ സക്സസ് മീറ്റിലെ രാജമൗലി പറഞ്ഞിരിക്കുന്നത്. ആകെ മൊത്തത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അഭിമാനമായിട്ട് ആ ഒരു സക്സസ് മീറ്റ് മാറുകയാണ്. ഇതിനിടയിൽ രാജമൗലിയുടെ ഏറ്റവും പുതിയ സിനിമയിലെ നായകൻ മഹേഷ് ബാബു കൂടി സിനിമയുടെ റിവ്യൂവുമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ സ്പേസിൽ രംഗത്തെത്തുകയുണ്ടായി. കുടുംബത്തോടൊപ്പം കണ്ട പ്രേമലു എന്ന സിനിമ ഇഷ്ടപ്പെട്ടുവെന്നും അവസാനമായിട്ട് താൻ ചിരിച്ചു കണ്ട സിനിമ ഇതിനു മുന്നേ ഏത് സിനിമയാണ് എന്ന് തനിക്ക് ഓർമ്മയില്ല എന്ന് കൂടിയാണ് മഹേഷ് ബാബു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ സ്പേസിൽ കുറിച്ചത്. സിനിമയിലെ യങ്സ്റ്റേഴ്സിനെ എല്ലാം തന്നെ അഭിനന്ദിക്കാനായിട്ടും അദ്ദേഹം മറന്നില്ല. എന്തായാലും രാജമൗലിയുടെയും മഹേഷ് ബാബുവിന്റെയും പ്രശംസ സിനിമ നേടിയെടുത്തതോടെ തെലുഗു സംസ്ഥാനങ്ങളിലെ കൂടുതൽ മികച്ച കളക്ഷൻ പ്രേമലു നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ അവിടെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഗാമിയേക്കാളും ഒപ്പം തന്നെ ഭീമയേക്കാളും കൂടുതൽ കളക്ഷനാണ് പ്രേമലു നേടിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളാണല്ലോ വമ്പൻ തരംഗമായിട്ട് തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ പ്രേമലു എന്ന സിനിമയെ പ്രശംസിച്ച മഹേഷ് ബാബുവിന്റെ ഏറ്റവും അവസാനത്തെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ് മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഗുണ്ടൂർക്കാരത്തിന്റെ ഫൈനൽ കളക്ഷനായ 175 കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് ഇന്നത്തെയോ നാളത്തെയോ കളക്ഷനോടെ മറികടക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഗുണ്ടൂർക്കാരത്തിന്റെ 200 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ എല്ലാം തന്നെ പുറത്തു വന്നെങ്കിൽ പോലും അതെല്ലാം തന്നെ ഫേക്ക് ആണ്. അതായത് യഥാർത്ഥ കളക്ഷൻ 175 കോടിയാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. മഞ്ഞുമൽ ബോയ്സ് ഗുണ്ടൂർക്കാരത്തിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കുന്നതോടെ ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തി ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭ്യമാക്കുന്ന 3ാമത്തെ സിനിമ കൂടിയായിട്ട് മാറാനായിട്ട് ഒരുങ്ങുകയാണ്. ഫൈറ്റർ, ഹനുമാൻ എന്നീ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മറ്റ് 2 ഇന്ത്യൻ സിനിമകൾ. അപ്പോൾ കാത്തിരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾക്കായിട്ട്.